ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമി കീ ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മുടെ ഈ രാമായണ പാരായണ സപര്യ 21ാം ദിവസത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് സുന്ദരകാന്ഡം ഹനുമത് സീതാ സംവാദം മുതൽ ഹനുമാൻ രാവണ സഭയിൽ എത്തുന്നത് വരെയുള്ള ഭാഗമാണ് നമ്മളിവിടെ പാരായണം ചെയ്യുന്നത്. ഇന്ന് പാരായണം ചെയ്യുന്നത് റാണി സ്വാമിനാഥൻ, ജയശ്രീ സുരേഷ്, രണ്ടുപേരാണ്. പാരായണത്തിന് ശേഷം ജയശ്രീ ഹനുമാൻ ചാലിസയും കൂടി ചൊല്ലുന്നതായിരിക്കും. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുഭ്യോ നമ. സുന്ദരകാന്ഡം ഹനുമൽ സീതാ സംവാദം. ഉഷസി നിശിചരികളിൽ അവരുടലുമമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിഹ വരുവതിനും ഒരു കഴിവു കണ്ടീല. മാനവവീരനുമെന്നെ മറന്നിതു കളവനിഹ വിരവുനോടു ജീവനമധ്യ ഞാൻ. കാകുൽസ്ഥനും കരുണാഹീനനെത്രയും മാനസി മുഹുരിവ പലതുമോർത്തു സന്താപേന മന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണുകിടന്നൊരു ശിംശപാപശാഖയും സഭയ പരവശ തരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവും ആലോക്യ മാനസേ പലതു പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗദമലനയൻ അവരഗോത്രേ ദശരഥൻ ജാതനായനവൻ തന്നെ പുത്രരായി രതിരമണ തുല്യരായി 4 പേരുണ്ടിതു.
രാമ ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനിചരകുല നിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ. ജനക നൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന ഭുവി വിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മാല്യവൽ. പർവ്വതപാർശ്വേ നടക്കും വിധൗ തഥാ തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനെയും. തരണി തനയനുമഥ കപീന്ദ്രനായി വന്നിതു തൽ പ്രത്യുപകാരമാശു സുഗ്രീവനും. കപിവരരെ വിരവിനോടു നാലു ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലൊരുവനഹമത്ര വന്നീടിനേൻ. പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയും ഒരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനേൻ. രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിൽ അത്ര താതാനുഗ്രഹവശാൽ തരുനികരവരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയെയും മുതാ കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം. കമലാഭാൽ കൃതകൃത്യനായിടിനേൻ ഭവദനുചരരിലിഹമഗ്രേസരൻ. മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകകുലവരനിധി പറഞ്ഞടങ്ങിയിടിനാൻ. പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാം എന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺവാൻ അവകാശമില്ലല്ലോ. സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ജനക നൃപദുഹൃവചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. വിനയമൊടും അവനി മകൾ ചരണ നളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുതകലെയവനാശു നിന്നിടിനാൻ. തുഷ്ട്യാ കലപിംഗതുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലിമുഖ വേഷമായി എന്നെ മോഹിപ്പിപ്പതിനു വരികയോ. ശിവ ശിവ കിമതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ. കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കപീന്ദ്രനും. ശരണമിഹ ചരണ സരസിജമഖില നായികെ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നേ നീ. തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖീ കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. കപടമൊരുവരോടുമൊരു അറിയുന്നീല കർമ്മണ വാചാ മനസാഭി മാതാവേ. പവനസുത മധുരതര വചനമതു കേട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാദരാൾ. ഋതമൃജു മൃദു സ്ഫുട വർണ്ണവാക്യം തെളിഞ്ഞങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. സതയമിഹവദ മനുജ വാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. കലിതരുചി ഗഹനഭുവി കാരണമെന്തടോ കാരുണ്യവാരാന്നിധേ കവികുഞ്ചരാ. തിരുമനസി ഭവതി പെരുകെ പ്രേമമുണ്ടെന്നതെന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും. ശ്രീരാമദേവനാണെ സത്യമോമലേ. ഭവതി പതിവചനമാലംബ്യ രണ്ടംഗയാശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനിക മൃഗമാലോക്യ മാനിനു ബിംബേ നടന്നു രഘുപതി. നിശിതര വിശിഖ ഗണചാപവുമായി ചെന്നു നീചനാം മാരീജനെ കൊന്നു. രാഘവൻ ഉടലുമുലയെ മുഹുരുടജ ഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനിവിടെ അവിടെ അടവിയിലിടയെ നോക്കിയും ഒട്ടു കരഞ്ഞു തിരഞ്ഞുഴലും വിധൗ ഗഹനഭുവി
ഗഗനചരപതി ഗരുഡ സന്നിഭൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു. അവനുമഥ തവ ചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിതു മുക്തിപക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേന സാഗം ദ്രുതം പുക്കു തിരഞ്ഞു കബന്ധഗതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൾ. അത ശബരി വിമലവചനേന പോൻ ദൃശ്യ മൂകാദ്രി പ്രവര പാർശ്വേ നടക്കും വിധൗ തപനസുതനിരുവരെയും അഴകിനോടു കണ്ട് അതി താല്പര്യം ഉൾക്കൊണ്ടയച്ചിതെന്നെ തഥാ ബദ രവികുലോത്ഭവന്മാരുടെ സന്നിഭൗ ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ നൃപതി കുലവര ഹൃദയം അഖിലവും അറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുത നികടഭുവി കൊണ്ടു ചെന്നിടിനേൻ. സഖ്യം പരസ്പരം ജയിച്ചിതാശു ഞാൻ ദഹനനെയും അഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡം ഇരുവർക്കും ആശു തീർത്തിടുവാൻ തപനസുത ഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ ദിവസകരതനയനു കൊടുത്തിതു രാജ്യവും. ദേവിയെ ആരാഞ്ഞു കാൺമാൻ കവീന്ദ്രനും പ്ലവകകുല പരിവൃഢരെ നാലു ദിക്കിങ്കലും പ്രത്യേകം ഏകൈക ലക്ഷം നിയോഗിച്ചാൽ അതു പൊഴുതു രഘുപതിയും അലിവോടരികെ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം. പിന്നെയും സപതി തവ മനസി ഗുരു വിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതു ഭവതി കരതളിരിലിനി വിരവിൽ നൽകുവാൻ ആലോകയാനന്ദപൂർവകം. ഇതി മധുരതരം അനിലതനേനുര ചെയ്തുടൻ ഇന്ദിരാദേവി തൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമൊടു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. മിഥില നൃപസുതയും അതു കണ്ട് അതിപ്രീതയായി മേന്മേൽ ഒഴുകും ആനന്ദ ബാഷ്പാകുലം രണമിവ നിജ ശിരസി കനിവിനോടു ചേർത്തിതു രാമനാമാങ്കിതമങ്കുലീയം മുതാ. പ്ലവക കുല പരിവൃഢ മഹാമതിമൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരി ദൃഢം. ഭഗവതി പരമാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനതീവ വിശ്വാസ്യൻ ദയാപരൻ പല ഗുണവുമുടയവരൊഴികെ മറ്റാരെയും ഭർത്താവ് അയക്കയുമില്ല മത്സന്നിധൗ. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും പരിതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദളനയനൻ അകതളിരിലിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചരിക്ക നീ. രജനി ചരവരനശനൻ ആക്കും എന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാൽ എന്നു നിർണയം. അതിനിടയിൽ വരുവതിന്നു രജനിചരൻ അവൻ അശനമാക്കും എന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ എത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ. അനിലതനയനും അഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തീരുവാൻ ആശു ചൊല്ലിയിടിനാൻ. അവനിപതി സുതനോടടിയൻ ഭവദ്വാർത്തകൾ ഉണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കപികുല ബലവുമായി മുതിർന്നാശു വരുമതിനില്ലൊരു സംശയം. സുത സജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലത്തിനയക്കും ക്ഷണാൽ. ഭവതിയെയും അതികരുണമഴകിനോടു വീണ്ടു നിൻ ഭർത്താവ് അയോധ്യക്കെഴുന്നള്ളുമാതരാൽ. ഇതി പവനസുതവചനമുടമയൊടു കേട്ടപോത് ഇന്ദിരാദേവി ചോദിച്ചരുളിയിടിനാൻ. ഇഹ വിദത ജലനിധിയെ നിഖില കപിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിയിടിനാൻ. മനുജ പരിവൃഢനെയും അവരജനെയും അമ്പോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ മൈഥിലി. കിം വിഷാദം വൃഥാ മാനസേ ലഘുതരമമിത രജനി ചരകുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടുമനാകുലം. ദ്രുതമതിനു സുതനു
മമ ദേഹ്യനുജ്ഞാമിനി ദ്രോഹം വിനാഗമിച്ചിടുവനോമലേ വിരഹ കലുഷിത മനസി രഘുവരനു മാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ തരിക സരഭസമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം. ഇതി പവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ ചിഗുരഭരമതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൻ. ശൃണുതനയ പുനരടയാളവാക്യം ഭവാൻ ശ്രുത്വാ ധരിച്ചു കർണേ പറഞ്ഞിടു നീ. സപതി പുനരതു പൊഴുതു വിശ്വാസമെന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം. ശിരമമിത സുഖമൊടു ഉര തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധൗ പലലമതു പരിജനൊടൊണു ഉണക്കുവാൻ ചിക്കി ഞാൻ പല പാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ. തിരുമുടിയുമഴകിനൊടു മടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവൊടുറങ്ങിയിടിനാൻ. അതു പൊഴുതിൽ അതിചപലനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടു വന്നിടിനാൾ. പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ. ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ. പാഷാണജാലങ്ങൾ കൊണ്ടതു കൊണ്ടവൻ വപുഷി മമ ശിതചരണ നഖരതുണ്ടങ്ങളാൽ വായ്പോടു കീറിനാൻ ഏറെ കുപിതനായി. പരമപുരുഷനുമുടനുണർന്നു നോക്കും വിധൗ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതി കുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രം മന്ത്രം ജപിച്ചയച്ചിടിനാൻ. സഭയമവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരപതി കമലജഗിരീശ മുഖ്യന്മാർക്കുമാവതല്ലെന്നയച്ചോരവസ്ഥാന്തരേ. തിലകൻ അടിമലര് അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ. അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതി സഭയമടിമലരിൽ വീണു കേണിയിടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനുമന്നേരം. സവിതൃകുല തിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ. അതിനു തവ നയനമതിലൊന്നു പോം നിശ്ചയം അന്തരമില്ല നീ പൊയ്ക്കൊള്ളുക നിർഭയം. ഇതി സദയമനു ദിവസമെന്നെ രക്ഷിച്ചവൻ ഇന്നു ഉപേക്ഷിച്ചതെന്നുടെ ദുഷ്കൃതം. ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോടു ചെയ്തില്ല ഞാൻ ഓർത്താൽ ഇതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനക നൃപ ദുഹൃദ് വചനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ. ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവ് അറിയായിക കൊണ്ടു വരാജ്ഞതും. ജഡതി വരുമിനി നിശിചരൗഖവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൻ. അധിക കൃശതനുരിഹ ഭവാൻ കവിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. നിഖില നിശിചരൻ അചല നിഭ വിപുലമൂർത്തികൾ നിങ്ങൾ അവരോടെതിർക്കുന്നതെങ്ങനെ. പവനജനും അവനിമകൾ വചനമതു കേട്ടുടൻ പർവ്വതതുല്യനായി നിന്നാനതിദ്രുതം. അധ മിഥില നൃപതി സുതയോടു ചൊല്ലിയിടിനാൻ അഞ്ജനാപുത്രൻ പ്രപഞ്ചനനന്ദനൻ. ഇതു കരുതുക കമലരിൽ ഇങ്ങനെയുള്ളവർ 21 വള്ളം പടവരും. പവനസുത മൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൾ. അതിവിമലമമിതബലനാശര വംശത്തിനന്തകൻ നീ അതിനന്തരമില്ലടോ. രജനി വിരവൊടു കഴിയുമിനിയുഴറുകെങ്കിൽ നീ. രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിചപലം ഇന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കാൺക നന്ദന. മമ ചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക വിരയീ നീ. വിരവിനോടു വരിക രവിസുതനും ഒരു സൈന്യവും വീരപുമാന്മാരിരുവരുമായി ഭവാൻ. വഴിയിലൊരു പിഴയും ഉപരോധവുമെന്നിയേ വായുസുത പോക നല്ലവണ്ണം ദ്രുതം. വിനയ ഭയ കുതുക ഭക്തി പ്രമോദാന്വിതം
വീരൻ നമസ്കരിച്ചിടിനാനന്ദികെ പ്രിയവചന സഹിതനാഥ ലോകമാതാവിനെ പിന്നെയും 3 വലത്തു വച്ചിടിനാൻ. വിടതരിക ജനനി വിടകൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. ഭവതു ശുഭമൈ തനയ പതി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുക അത്ര നീ സുഖമൊടിക ജഗതി സുചിരം ജീവജീവനി. സ്വസ്ത്യസ്തു പുത്ര തേ സുസ്ഥിര ശക്തിയും അനിലതനയനും അഖില ജനനിയോടു സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ. ചെറുതകലയൊരു വിടഭിശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സീജിതശ്രമം. പരപുരിയിൽ ഒരു നൃപതി കാര്യാർത്ഥമായ പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചത് സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ. നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ. അതിനു മുഹുരഹമഖില നിശിചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയും ഇതു സുദൃഢമിതി ചിന്ത ചെയ്ത രാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവുമതി വിമല ശിംശവാ വൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമതല ഫലസഹിത ഗുൽമവല്ലീതരു കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധവും ജനനിവക ഭയ ജനനനാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമൊടകില ദിശി ദിശി ഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൂരു ശബ്ദവും. രജനി ചരപുരി ചരിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ. ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കവി വീരനെ കാണായി. ഇവൻ അമിത ബലസഹിതനിടി നികരമൊച്ചയുമെന്തൊരു ജന്തുവിതെന്തിന്നു വന്നതും. സുമുഖിതവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിലയോ ചൊല്ലടോ. മനസി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും. നിശിതമസി വരുവതിനു കാരണമെന്തു നീ അറിഞ്ഞിലയോ ചൊല്ലിവനാരടോ. രജനിചരകുലരചിതമായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ. ഭയമിവനെ നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര. അവനിമകൾ അവരൊടിതു ചൊന്ന നേരത്തവരാശു ലങ്കേശ്വരനോടു ചൊല്ലിടിനാർ. ഒരു വിപിനചരൻ അമിതബലൻ അചല സന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. പൊരുവതിന്നു കരുതി അവൻ അപഗത ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ. മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം. ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയിലവൻ അവിടുന്നിനിയും പ്രഭോ. ദശവദനനിധി രജനിചരികൾ വചനം കേട്ടുതെന്ത ശൂകോപമക്രോധ വിവശനായി. ഇവനിവിടെ നിശീതമസി ഭയമൊഴിയെ വന്നവനേതു വെളിയവനല്ലെന്നു നിർണയം. നിശിത ശരകുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾ പോകാശു 100,000 വീരന്മാർ. നിശിചരകുലാധിപാജ്ഞാകരന്മാർ നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി. ശിഖരികുലമൊടും അവനെ മുഴുവനിളകും വണ്ണം സിംഹനാദം കേട്ടു രാക്ഷസർ. സഭയതര ഹൃദയമധമോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിടിനാർ പിന്നെയും. ശിതവിശിഖമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരിവിരവിനോടുയർന്നു ചിതശ്രമം മുദ്ഗരം കൊണ്ടു താടിച്ചൊടുക്കിടിനാൻ. നിയുത നിശിചര നിധന നിശമന ദശാന്തരെ നിർഭരം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും
അഖില ബലപതിവരിൽ ഐവരെ ചെല്ലുകെന്നത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനോടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതോ. തദനു ദശവദനനുദിത ക്രുധാ ചൊല്ലിനാൻ തദ്ബലമദ്ഭുതം മദ്ഭയോദ്ഭൂതിതം പരിഭവമുടതി അമിതബല സഹിതം അഭിചെന്നോരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. ഇവനെ മമ നികട ഭുവി ചടിതി സഹജീവനോടിങ്ങു ബന്ധിച്ചു കൊണ്ടെന്നു വച്ചിടുവാൻ. മഹിതമതിബല സഹിതം എഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃശം. ദശവദന വചന നിശമന ബല സമന്വിതം ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതരമലറി നിജകരമതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരടുത്താർ കവീന്ദ്രനും. ഭുവനതലമുലയെ മുഹുരലറി മരുവും വിധൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം. അനിലജനും അവരെ വിരവോടു കൊന്നിടിനാശു ലോഹസ്തംഭതാടനത്താലഹോ. നിജ സജീവതനയരെഴും എഴുവരും അമിത സൈന്യവും നിർജ്ജര ലോകം ഗമിച്ചതു കേൾക്കയാൽ മനസ്സി ദശമുഖനും ഉരുതാപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനിയൊരുവൻ ഇവനോടു ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാനാരെയും. ഇവരൊരുവരെതിരിടുകില് അസുരസുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ. അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചിതങ്ങയ്യോ സുഹൃതം നശിച്ചിതു മാമകം. ഫലവും ഇതി കരുതിയൊരു പരവശത കൈക്കൊണ്ട് ഭാരം തളർന്നോരു താതനോടാദരാൽ വിനയമോട് തൊഴുതിളയ മകനു മുര ചെയ്തിതു വീരവും സാമിതം യോഗ്യമല്ലേതുമേ. അലമലമിതറികില ഉചിതമഖില ഭൂഭൃതാത്മാത്മഖേദം ധൈര്യശൗര്യ തേജോഹരം. അവരിവനെ നിമിഷമിക കൊണ്ടുവരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കപിവരനും അതു പൊഴുതു തോരണമേറിനാൻ. കാണായി ദക്ഷകുമാരനെ സന്നിധൗ ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താതനു മധുനേരം. മുനിവിനോടോ ഗഗനഭുവി നിന്നു താണാശു തന്മൂർധനി മുദ്ഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോട് ചെന്നു പൊക്കിടിനാൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ. വിബുധകുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്ഥനായി. അമരപതിജിതം അമിതബല സഹിതമാത്മജാമാത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ. പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം ബുക്കിതു കേട്ടിലേ. മമ സുതനെ രണശിരസി കൊന്ന കപീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിന്നയച്ചിടുവാൻ. ത്വരിതമഹമധുബലമോടു പോയിടുവൻ തൊൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. ഇതി ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. ത്യജമനസി ജനക തവ ശോകം മഹാമതേ തീർത്തുകൊൾവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹേത അവനതിനില്ല സംശയം, മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ. ഭയം അവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോത്ഭവാദിയാം പൂർവദേവാരികൾ തന്നവരത്തിനാൽ വലമഥനമഭിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം. അതു കരുതും അളവിലിഹ നാണമാം എത്രയും ഹന്തുമശക്യോ വിജ്ഞാന വിളംബിതം. കൃതിഭിരഭി ചത്മനാഭീവാകൃച്ഛേണ ഞാൻ ത്വൽ സമീപേ വരുത്തുവൻ. സപതി വിപദുപഗതമിഹ പ്രമദാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം. സസുഖമിഹ നിവസമയി ജീവതി ത്വം വൃഥാ താപമുണ്ടാക്കരുതു കരുതുമാം. ഇതി ജനകനോടു
നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖധനുരാദികൾ ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം. ബാഹുബലവീര്യവേഗങ്ങൾ കാൺകയാൽ പവനസുത ശിരസി ശരമഞ്ചു കൊണ്ടെയ്തിതു പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. അധസപതി ഹൃതി വിശിഖമെട്ടു കൊണ്ടെയ്തു മറ്റാറു ബാണം പാദങ്ങളിലും തഥാ ശിതിവിശിഖമധികതരമൊന്നു വേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കപികുലതിലകനമ്പു കൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുധരഥവും അധ ചടുതി പൊടിയാക്കിനാൻ. ദൂരത്തു ചാടിനാൻ മേഘനിനാദനം. അപരമൊരു രഥമധികവിധമുടനേറി വന്നസ്ത്രശസ്ത്ര ഉഖവരിഷം തുടങ്ങിനാൻ. രുഷിതമതീദശവദന തനയ ശരപാദേന രോമങ്ങൾ നന്നാലു കീറി കപീന്ദ്രനും. അതിനുമൊരു കെടുതി അവനില്ലെന്നു കാൺകയാൽ അംഭോജ സംഭവ ബാണമെയ്തിടിനാൻ. അനിലജനും അതിനെ ബഹുമതിയോടുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. ദശവദന സുതനനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃതി മധുമദന ഭക്തി വിശുദ്ധരായ ജ്ഞാനകർമ്മകൃതബന്ധനം ക്ഷണാൽ. സുചിരവിരചിതമവിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗമകതളിരിൽ വച്ചോരു രാമദൂതന്മു ബന്ധം ഭവിച്ചിടുമോ. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർത്തു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതി കലിതകര ചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരും അതികുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം. ബലമിയലും അമരരിവു കെട്ടിക്കിടന്നിടും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടിതപ്പോഴേ. വ്യഥയും അവനകതളിരിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ. നിശിചരരെടുത്തു കൊണ്ടാർത്തു പോകും വിധൗ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്തു. അപ്പോൾ ഇന്നത്തെ പാരായണം നമുക്ക് ഭക്തി ആദരപൂർവം സമർപ്പിക്കാം. ഇന്ന് വളരെ ഓരോ സംഭവങ്ങളും വളരെ വിശേഷപ്പെട്ട സംഭവങ്ങളാണ്. വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ കൂടുതലായിട്ടുള്ളതാണ്. കാരണം ഹനുമാൻ സ്വാമി സീതാദേവിയെ കാണുന്ന സന്ദർഭമാണ്, കണ്ട് അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ ഒരു ദൂതനായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ദൂതൻ എങ്ങനെയായിരിക്കണം? വിനയാന്വിതനായിരിക്കണം. പറഞ്ഞയച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ ഞാൻ ആരുടെ ദൂതനാണ് അല്ലെങ്കിൽ ആരാണ് എന്നെ പറഞ്ഞയച്ചത് എന്നുള്ളതിനാണ് പ്രാധാന്യം, ഞാൻ ആരാണെന്നുള്ളതിനല്ല പ്രാധാന്യം. അപ്പോൾ അങ്ങനെ അവിടെ എത്തിച്ചേർന്ന് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ ശരിക്കും സീതാദേവി ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ്. അവിടെ രാവണനൊക്കെ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ ആവണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ഇന്നലെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്ത് വേണം, ജീവൻ അവസാനിപ്പിക്കണമെന്ന് വരെ ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഹെൽപ്ലെസ്നെസ്, ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ആ സമയത്താണ്. അപ്പോൾ എപ്പോഴും രാമനാമത്തെയാണ് എപ്പോഴും ജപിക്കുന്നത് സീതാദേവി.
അപ്പോൾ രാമനാമം ജപിക്കുന്നവർക്ക് എവിടുന്നെങ്കിലും ഒരു സഹായം അപ്പോൾ വരും. ഇത് നമുക്കുള്ളതാണ്. സീതാദേവിക്ക് എന്തായാലും സഹായം കിട്ടും. അപ്പോൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള ഒരു അവസരവും ഇവിടെ ഉണ്ടാക്കും ഭഗവാൻ. അത് ഏതെങ്കിലും വിധത്തിൽ ഭഗവാൻ നേരിട്ടല്ല, ഭഗവാൻ ഇവിടെ ദൂതനെയാണ് അയച്ചത്. അതുപോലെ ഭഗവാൻ ആളെ അയക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ മുഴുവൻ കാര്യങ്ങൾ രാമായണത്തിൽ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ മുഴുക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലും വിശ്വാസമില്ലാതെ വരാൻ ഒരു സാധ്യതയില്ല. ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ് ഉണ്ടായത്, അവിടെ ബാലി സുഗ്രീവന്റെ കാര്യങ്ങളും എല്ലാം വളരെ പോയിന്റ് ടു പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വളരെ ചെറിയ ശരീരമായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ വളരെ വിനയത്തോടു കൂടിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അംബരീഷ ചരിതത്തിൽ നാരായണീയത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം എന്നുള്ളത്. അത് എല്ലായിടത്തും ബാധകമാണ്. എത്ര വിനയാന്വിതനായിട്ടാണ് ഹനുമാൻ സ്വാമിക്ക് കഴിവുള്ള ആൾ തന്നെയാണ്. പക്ഷെ അത് എത്ര വളരെ എന്താ പറയുക, ആ കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായിട്ട് സീതാദേവിക്ക് വിശ്വാസം ഉണ്ടാക്കുന്ന വിധത്തിലാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, പിന്നീട് സീതാദേവിയുടെ പ്രതികരണമാണ്. പിന്നെ ഇതും കൂടി പറഞ്ഞു. അവിടെ അഗ്നിമണ്ഡലത്തിൽ 2 ഭാഗത്താണ്, ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും. അപ്പോൾ അത്ര വരെ അറിയാം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവായിട്ടുള്ള ശ്രീരാമസ്വാമി എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നത്. പിന്നീട് അപ്പോഴാണ് പിന്നെ അടയാളവാക്യവും പിന്നെ ഒരു അങ്കുലീയം രണ്ടും പറയണല്ലോ. കൊടുത്തയച്ചിട്ടുണ്ട്, ശ്രീരാമസ്വാമി കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണ്? അപ്പോൾ ഇന്നത്തെ ഇതിലേക്ക് അതിനെ ഒന്ന് കണക്ട് ചെയ്ത് ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു സാധനം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഒരു OTP കൊടുക്കണം നമുക്ക്, അല്ലേ? അപ്പോൾ അത് വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഒരു പാസ്വേഡ് അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെ പാസ്വേഡ്. ശ്രീരാമൻ പറഞ്ഞയച്ചത് അതൊരു പാസ്വേഡായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാം. അപ്പോൾ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള സംഗതികൾ തന്നെയാണ്, അതിലൊരു തെറ്റും പറയാനില്ല. ഇപ്പോൾ ഞാൻ ഇന്നാളെ ഒരിക്കൽ വായിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പേരൻസ്. കാരണം കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് അച്ഛനും അമ്മയും ഓഫീസിലാണ്. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത് വേറെ വണ്ടികളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവരായിരിക്കും. അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു കുട്ടിയോട് പറയാണ്, അച്ഛൻ പറഞ്ഞയച്ചതാണ്, ഇന്ന് കുട്ടിയുടെ വണ്ടി വരില്ല, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞയച്ചതാണെന്ന് പറയാണ്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എന്താണ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടിക്ക്, വേറെ ആര് വന്നാലും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് ഇന്നും അത് ആ അടയാളവാക്യം അതെന്നുള്ളതൊക്കെ ഇങ്ങനെയും കണക്ട് ചെയ്ത് ആലോചിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ എല്ലാം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഹനുമാൻ സ്വാമി ചെയ്യാണ്. അപ്പോൾ അതാണ് ഒരു ദൂതന് അല്ലെങ്കിൽ ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു സാധകന് ആവശ്യമായിട്ടുള്ള സംഗതി. അതാണ് നമുക്ക് എന്താണോ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി പറയാം, വിരോധമില്ല. പക്ഷെ നമ്മളൊക്കെ സാധാരണ ചെയ്യണതിന് മുമ്പ് തന്നെ പറയും, എന്നെ ഇങ്ങനെ ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ പോവുകയാണെന്നുള്ളത് ആദ്യം തന്നെ അനൗൺസ് ചെയ്യും. ഇതങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് വളരെ കൃത്യമായി അവിടെ വിവരങ്ങളൊക്കെ കൊടുത്ത് ആദരവോടുകൂടിയാണ്. പിന്നീട് അഹങ്കരിച്ചുകൊണ്ടൊന്നുമല്ല, വളരെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അവസാനം പറയുന്നുണ്ട്, എല്ലാവരെയും എങ്ങനെയാണ് നിങ്ങൾ വരിക ഇവിടേക്ക്, ഈ ഇത്ര വലിയ കടൽ കടന്നിട്ട് എങ്ങനെ നിങ്ങൾ വരും എന്ന് സീതാദേവി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഒന്നും പേടിക്കണ്ട, എല്ലാവരെയും ഞാൻ തോളിലെടുത്ത് കൊണ്ടുവരും എന്നാണ്. മനുജ പരിവൃഢരെയും അവരജനെയും അമ്പോട് വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്ത് കടത്തുവെന്നാണ്. എന്താ ഒരു ആത്മവിശ്വാസം അല്ലേ? അതെന്തുകൊണ്ടാ?
ആ ശ്രീരാമ ഭക്തിയാണ് ആ വിശ്വാസം കൊടുത്തത്. എനിക്ക് സാധിക്കും, ശ്രീരാമസ്വാമി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ രാമനെ എന്താ പറയുക, രാമനാണ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ രാമനെ പ്രതിയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവിടെ തന്നെ വന്നു അവിടെ. അപ്പൊ പിന്നെ അത് രാമന്റെ കാര്യമായി മാറുകയാണല്ലോ. അങ്ങനെ വരുമ്പോൾ അത് നടക്കാതിരിക്കില്ല. പിന്നീട് അടയാളവാക്യം ഇത് കൊടുത്തു എന്ന് പറഞ്ഞു. അടയാളം കൊടുത്തു, ചൂടാമണി. അത് കഴിഞ്ഞ് ഒരു അടയാളവാക്യം കാര്യം പറയണ്ടേ. അപ്പോഴാണ് ചിത്രകൂടാചലത്തിൽ താമസിക്കുന്ന സമയത്ത് അവിടെ എന്തോ പലലം എന്നാണ്. പലലം എന്നുള്ളതിന് പല മീനിങ്ങും പറയുന്നുണ്ട്. ഉണങ്ങിയ മാംസം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഉണങ്ങിയ പഴങ്ങൾ ഉണക്കാനിട്ട്, സീസണിൽ കിട്ടുന്ന പഴങ്ങൾ ഉണക്കി വെക്കുമല്ലോ, അങ്ങനെ എന്തോ ഉണക്കാനിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ശ്രീരാമസ്വാമി സീതാദേവിയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങായിരുന്നു. അപ്പോൾ ജയന്തൻ, ഇന്ദ്രപുത്രനായിട്ടുള്ള ജയന്തൻ അവിടെ കാകവേഷത്തിൽ വന്ന് അത് കൊത്താനാണ് വന്നത് എന്നുള്ള ഒരു വ്യാജേന എന്നിട്ട് സീതാദേവിയെ ബുദ്ധിമുട്ടിക്കുകയാണ്. സീതാദേവിയുടെ സൗന്ദര്യം കണ്ട് ഇന്ദ്രനും ഇതുണ്ടല്ലോ, അപ്പൊ ഇന്ദ്രപുത്രനും അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാവും, അച്ഛന്റെ സ്വഭാവം മകനും ഉണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീരാമസ്വാമി ഉണർന്നപ്പോൾ വിവരം മനസ്സിലായപ്പോൾ ഒരു തൃണശകലം അതികുപിതനായി എടുത്ത അശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിന എന്നാണ്. ഒരു പുൽക്കൊടി ആണ് വിട്ടത്, ജപിച്ചയച്ചു എന്നാണ്. അപ്പോൾ വല്ലഭന് പുല്ലുമായുധം എന്നാണ്. അത് മതി, അത്രേ വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ കാക്കയ്ക്ക് ഒരു കണ്ണ് എന്നൊക്കെ അത് കഥയായിട്ട് പോട്ടെ. എന്തായാലും അങ്ങനെ ആ ഒരു സംഭവം ശ്രീരാമനും സീതയ്ക്കും മാത്രമേ അറിയുള്ളൂ. ആ കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഗതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു എന്നുള്ളത്, സീതാദേവിയെ കാണാന്നുള്ളത് ആദ്യത്തെ സംഭവം. അത് കഴിഞ്ഞു. ഇനി ലങ്കയിൽ അറിയിക്കണ്ടേ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, പ്രസൻസ് അവിടെ അറിയിക്കണ്ടേ ഞാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ശ്രീരാമദൂതൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറക്കടനാണ്, വാനരനാണ്. അപ്പോൾ വാനര സ്വഭാവം എങ്ങനെയാണ്, എന്താ പറയുക, കുരങ്ങിൻ്റെ കയ്യിൽ മാല കിട്ടിയെന്ന് പറയില്ലേ, അതുപോലെ അത് കാണിക്കണമല്ലോ. അപ്പോൾ അവിടുത്തെ ആ ഉദ്യാനമൊക്കെ ഒടിച്ചു എന്നാണ് പറയണത്. അല്ലെങ്കിൽ അവർക്കൊന്നും അറിയില്ലല്ലോ ആരത് അപ്പോഴല്ലേ അന്വേഷണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്വേഷിച്ചു. അപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഒരാൾ ആരാണെന്ന് പറഞ്ഞ് വന്ന് അന്വേഷിച്ച് പിന്നീടാണ് അക്ഷകുമാരനെ വധിക്കുന്നതും പിന്നീട് ഇന്ദ്രജിത്ത് വരുന്നതും. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഇത് പറയുന്നുണ്ട്, ബ്രഹ്മാസ്ത്രത്തിനെ മാനിച്ചുകൊണ്ട്, ബ്രഹ്മാസ്ത്രം കൊണ്ടൊന്നും ബന്ധിക്കാൻ പറ്റില്ല. ശ്രീരാമസ്വാമിയുടെ ഒരു ആ ധൈര്യമുള്ള ആൾക്ക്, അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുള്ള ആൾക്ക് ഒരു ബന്ധനവും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബ്രഹ്മാസ്ത്രം അതിനെ മാനിച്ചുകൊണ്ട് ബന്ധനം അഭിനയിച്ചു എന്നാണ്. ഇപ്പൊ ഉണ്ണിക്കണ്ണനെ യശോദ കെട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും കെട്ടാൻ സാധിക്കില്ല, പക്ഷെ അമ്മയ്ക്ക് സമ്മതിച്ചു കൊടുക്കണല്ലോ. അതുപോലെ ഇവിടെ ബ്രഹ്മാസ്ത്രത്തിനെ മാനിച്ചുകൊണ്ട് അങ്ങനെ അനങ്ങാതെ കടന്നു. അപ്പോൾ അവരൊക്കെ എടുത്ത് കൊണ്ടുപോവാണ്. പിന്നെ അവിടെ കൊണ്ടുചെന്ന് രാവണസഭയിൽ കൊണ്ടുപോവാണ്. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാനുള്ളത് അതാണ്. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിന്റെ മുകളിൽ പിന്നെ എന്തെങ്കിലും ബന്ധിച്ചാല് ബ്രഹ്മാസ്ത്രം അത് ശിഥിലമാവുന്നതാണ്. ബ്രഹ്മാസ്ത്രം തന്നെ വളരെ ശക്തമായിട്ടുള്ളതാണ്, അതിനെ വേറെ ഒന്നുകൊണ്ട് കെട്ടാൻ പാടില്ല. അങ്ങനെയുണ്ടല്ലോ ചില സംഗതികൾ, അങ്ങനെയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടു. എന്താണ്, പാശം കൊണ്ട് ബന്ധിച്ചു അവര്. അപ്പൊ അതാണ് വിശ്വാസമില്ല, ഇതുകൊണ്ടായ പോരാന്ന് തോന്നുകയാണ്. അപ്പൊ ഒന്നും കൂടി കെട്ടും. അപ്പൊ ആ കെട്ട് അഴിയാണ്. പിന്നെ അതാണ് ഇവിടെ ഉണ്ടായത്. പിന്നീട് അപ്പൊ നിശ്ചലനായിട്ടാണ് കിടക്കണത്. ഇനിയിപ്പോ എന്തായാലും രാവണന്റെ സഭയിൽ ചെല്ലണം, എന്നാൽ മാത്രമാണ് മുഴുവൻ കാര്യങ്ങൾ തീരുള്ളൂ. അതിനുവേണ്ടി അവിടെ എത്തണം, അതാണ് ഉദ്ദേശം. അപ്പൊ അതിനുവേണ്ടി വളരെ കൃത്യമായിട്ട് എല്ലാ വിധത്തിലുള്ള അഭിനയിക്കേണ്ടടുത്ത് അഭിനയിച്ചു, ആത്മവിശ്വാസം കാണിക്കേണ്ടടുത്ത് അത് കാണിച്ചു, വിനയം കാണിക്കേണ്ടടുത്ത് അത് കാണിച്ചു. ഇതൊക്കെയാണ് നമുക്ക് ഹനുമാൻ സ്വാമി കാണിച്ചു തരുന്നത്. ഇതൊക്കെ തന്നെയല്ലേ നമുക്കും ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി ഇന്നത്തെ ഈ പാരായണം നമുക്കിവിടെ സമർപ്പിക്കാം. സമർപ്പിക്കുകയല്ല, ഹനുമാൻ ചാലിസ ചൊല്ലണം. അത് മറന്നുപോയി, സോറി. പറഞ്ഞു വന്നപ്പോൾ അത് മറന്നുപോയി കേട്ടോ, സോറി.
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരു ചരണ സരോജ രജ നിജ मन मुकुर सुधारी. वर्णम रघुवर विमल जस जोदायक भल चारी. बुद्धिहीन तनु जानिके सुमिरो पवन कुमार. बल बुद्धि विद्या देह मोहि हरहु कलेस विकार. जय हनुमान यार गुण सागर जय कबीर तिहु लोग उजागर. राम दूत अतुलित बल धामा अंजनी पुत्र पवन सुत नामा. महावीर विक्रम बजरंगी कुमति निवार सुमति के संगी. कंचन भरण विराज सुबेसा कानन कुंडल कुंजित केसा. हाथ वज्र और ध्वजा विराजे कांधे मूंज जनेऊ साजे. शंकर सुवन केसरी नंदन तेज प्रताप महाजगवंदन. विद्यावान गुणी अति चातुर राम काज करिबे को आतुर. प्रभु चरित्र सुनिबे को रसिया राम लखन सीता मन बसिया. सूक्ष्म रूप धरि सियहि दिखावा बिकट रूप धरि लिंग जरावा. भीम रूप धरि असुर संहारे रामचंद्र के काज सवारे. लाई संजीवन लखन जियाए श्री रघुवीर हर्षि उर लाए. रघुपति किनी बहुत बड़ाई तुम प्रिय भरत ही सम भाई. सहस वदन तुम रोजस गावे अस कही श्रीपति कंठ लगावे. सनकादिक ब्रह्मादि मुनीसा नारद सारद सहित अहिसा. जम कुबेर दिगपाल जगांदे कवि कोविद कहि सके कहांदे. तुम उपकार सुग्रीव ही कीना राम मिलाय राजपद दीना. तुमरो मंद विभीषण माना लिंगेश्वर भय सब जग जाना. जुग सहस्र योजन पर भानु लील्यो ताहि मधुर भल जानु. प्रभु मुद्रिका मेली मुख माही जलधि लांघि गए अचरज नाही. दुर्गम काज जगत के जेते सुगम अनुग्रह तुम्हारे तेते. राम दुआरे तुम रखवारे होत न आज्ञा बिनु पैसारे. सब सुख लहे तुम्हारी शरणा तुम रक्षक काहू को डरना. आपन तेज समारो आपे तीनों लोग हांगते कापे. भूत पिशाच निकट नहीं आवे महावीर जब नाम सुनावे. नासे रोग हरे सब पीरा जपत निरंतर हनुमत बीरा. संकट से हनुमान छुड़ावे मन क्रम भजन ध्यान जो लावे. सब पर राम तपस्वी राजा
तिनके काज सकल तुम साजा, और मनोरथ जो कोई लावे, सोई अमित जीवन बल पावे। चारों जुग परताप तुम्हारा, हे प्रसिद्ध जगत उजियारा। साधु संत के तुम रखवारे, असुर निकंदन राम दुलारे। अष्ट सिद्धि नव निधि के दाता, असबर दीन जानकी माता। राम रसायन तुम्हारे पासा, सदा रहो रघुपति के दासा। तुम्हारे भजन राम को पावे, जन्म जन्म के दुख बिसरावे। अंधकाल रघुपति पुर जाई, जहाँ जन्म हरि भक्त कहाई। और देवता चित्त न धरई, हनुमत से सर्व सुख करई। संकट कटई मिटे सब पीरा, जो सुमिरे हनुमत बलबीरा। जय 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 हनुमान गोसाई, कृपा करहु गुरुदेव की नाई। जो सतवार पाम कर कोई, छुड़ही बंदी महासुख होई। जो यह पढ़े हनुमान चालीसा, होई सिद्धि साखी गौरीसा। तुलसीदास सदा हरि चेरा, कीजे नाथ हृदय महाडेरा। पवन तनय संकट हरण, मंगल मूर्ति रूप। राम लखन सीता सहित, हृदय बसहु सुर भूप। सियावर रामचंद्र की, पवन सुत हनुमान जी की जय। ഉഷാജി മ്യൂട്ടിലാണ്. जय श्रीराम. कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतेर्स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि. यदक्षरपदभ्रष्टं मात्राहीनं तु यद्भवेत् तत्सर्वं क्षम्यतां देव नारायण नमोऽस्तु ते. विसर्गबिन्दुमात्राणि पदपादाक्षराणि च न्यूनानि चातिरिक्तानि क्षमस्व पुरुषोत्तम. अन्यथा शरणं नास्ति त्वमेव शरणं मम. तस्मात् कारुण्यभावेन रक्ष रक्ष महाप्रभो. हरि ओम्. हरि ओम्, हरि ओम्.